കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പ് പലയിടത്തും നിർജീവമാണെന്നും BJP സജീവമാണെന്നും UR പ്രദീപ് MLA. BJP പ്രചരണത്തിന് വലിയ രീതിയിലുള്ള പണക്കൊഴുപ്പ് കാണിച്ചുവെന്നും മുൻപൊന്നുമില്ലാത്ത രീതിയിൽ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നിറച്ചുവെന്നും UR പ്രദീപ് റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇത്തവണ പതിവിൽ വ്യത്യസ്തമായി BJPക്കാണ് കുറച്ചും കൂടെ അവരുടെ ഇടപെടൽ വാശി കാണാൻ കഴിഞ്ഞത്. UDFൽ ഇല്ല എന്നതല്ല, എന്നാൽ ചില ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ കഴിഞ്ഞില്ല. പോളിംഗ് ബൂത്തിൻ്റെ പുറത്തുള്ള ഔട്ട് സ്റ്റേഷനിലേക്ക് നമ്മൾ പോയി പ്രവർത്തകരൊക്കെ ഒന്ന് കാണും. അത് 3 പേരും കാണാറുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും കണ്ടിരുന്നു. അങ്ങനെ കണ്ടൊരു കാഴ്ച അതാണ്. UDF ക്യാമ്പുകളിലെല്ലാം ചില സ്ഥലത്ത് ആവേശം കൂടും, ചില സ്ഥലത്ത് ഒരു വലിയ ആവേശമില്ല. BJPയിലാണ് അത് പതിവിൽ വ്യത്യസ്തമായി കാണാൻ കഴിഞ്ഞത്. അപ്പോൾ UDF വരുന്ന ആളുകളുടെ സ്ലിപ്പ് നോക്കി പരിശോധിച്ച് വിടുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നേരത്തേക്ക് കളിച്ച വണ്ടി കൊണ്ടൊന്ന് അടിച്ച് അടുത്ത വണ്ടി വിളിക്കാനുള്ള ഏർപ്പാട് ഇങ്ങനെ ക്യാമ്പിനകത്ത് ആ ബൂത്തിനകത്ത് നമ്മൾ കാണാറുണ്ട്. വണ്ടി ഒന്ന് അടുത്ത വണ്ടി എവിടെയെന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ. അപ്പോൾ അത് ആ ഒരു അവസ്ഥ കണ്ടില്ല. ഇന്നലെ ഇപ്പോൾ നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാണ്. മറ്റുള്ളൊരു വിലയിരുത്തി അങ്ങനെ തന്നെയാണ്. പല സ്ഥലങ്ങളിലും അവരുടെ BJPയുടെ ഒരു ഇടപെടലാണ് കൂടുതൽ കാണാൻ കഴിഞ്ഞു. അതൊരു 4 മണി ശേഷം അങ്ങനെ കാണാനും കഴിഞ്ഞില്ല. BJP ക്യാമ്പും ഒരു സൈലൻ്റായ ഒരു അവസ്ഥ പിന്നെ കാണാൻ കഴിയുന്നു. വല്ലാതെ അധികമാണ് അവരുടെ ബോർഡുകളും അതുപോലെ തന്നെ ചട്ടകളും ഇതൊക്കെ ആയിട്ട് പ്രചരണം ഏറ്റവും കൂടുതൽ വന്ന ഒരു സാധനം. ഇതുകൂടാതെ അവരുടെ LED ഇതുള്ള വണ്ടികൾ വേറെ. അങ്ങനെ നമ്മൾ കുറേ പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. പോളിംഗ് ദിവസവും UDF ക്യാമ്പിൽ ആവേശം കാണാനായില്ലെന്നും ആ സ്ഥാനത്ത് BJP ഇടം പിടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സംസ്ഥാനത്തുടനീളം കാണുന്ന കിറ്റ് വിവാദവും ചേലക്കരയിൽ നടന്നുവെന്നും ഇതെല്ലാം ജനങ്ങൾ നോക്കി വിലയിരുത്തുമെന്നും UR പ്രദീപ് MLA പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാനത്തെമ്പാടും കണ്ട ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP വോട്ടർമാരെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കണമെന്ന് നമ്മൾ കണ്ടതാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥലത്തും പാലക്കാട് കണ്ടതും ഇപ്പോൾ നമ്മൾ ചേലക്കരയിൽ കണ്ട കാഴ്ച ഇതെല്ലാം അത് തന്നെയാണ്. ഏതെങ്കിലും മാർഗത്തിലൂടെ അവരെ സ്വാധീനിച്ച് വോട്ട് സമ്പാദിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതൊരു തെറ്റായ രീതിയാണ്. ഇവിടെ മാത്രമല്ല, രാജ്യത്തെമ്പാടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ജനം വിലയിരുത്തും എന്ന് തന്നെ നമുക്കത് പറയാനുള്ളൂ. പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലോമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവല്ലോമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 9845128760.